വീഡിയോയിൽ വീണ്ടും അമേരിക്ക, റഷ്യ, ഉക്രൈൻ ഈ ഒരു കോൺഫ്ലിക്റ്റാണ് നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അമേരിക്ക ഇപ്പം റഷ്യയുടെ ഭാഗത്താണ് നിൽക്കുന്നത്. നമ്മൾ വാർത്ത പറയുമ്പോൾ എന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് പറയുന്നത്. പിന്നെ നമ്മളുടേതായിട്ടുള്ള ശൈലിയിൽ അത് അവതരിപ്പിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഉക്രൈനിന് സപ്പോർട്ടോ അല്ലെങ്കിൽ റഷ്യക്ക് സപ്പോർട്ടോ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് സപ്പോർട്ടോ അങ്ങനെയൊന്നുമില്ല. ഇത് ഗ്ലോബലി നടക്കുന്ന വിഷയങ്ങളാണ്. പിന്നെ വിഷയങ്ങൾ നിങ്ങളുടെ ചെവിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അത് ഏറ്റെടുക്കാം. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ റിയാലിറ്റിയോട് എപ്പോഴും നമ്മൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. പിന്നെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ വിലയിരുത്തി നോക്കുക. അല്ല നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ ഒരു ടോസ് ഇട്ട് നോക്കിയിട്ട് ഹെഡ് ഓർ ടെയിൽ, ഹെഡ് വന്നാൽ ഞാൻ റഷ്യയുടെ സൈഡിൽ, ടെയിൽ വന്നാൽ ഞാൻ ഉക്രൈൻ്റെ സൈഡിൽ, അങ്ങനെയല്ല കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ റഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് തൊട്ടേ ഒരുപാട് ആയുധങ്ങൾ ഉൽപ്പാദിപ്പിച്ച് പല രാജ്യങ്ങൾക്കും കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡിഫൻസിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ്. അത് നമുക്ക് ആർക്കും തന്നെ നിഷേധിക്കാൻ പറ്റാത്ത ഒരു ഫാക്റ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് അമേരിക്കയ്ക്കെതിരെ ശരിക്കും പറഞ്ഞാൽ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്നതിൽ നമ്മളുടെ റഷ്യയുടെയും അമേരിക്കയുടെയൊക്കെ പല രീതിയിലുള്ള താരതമ്യേന കമ്പാരിസൺസ് ഇതൊക്കെ നടത്തി നമ്മൾ നോക്കിയാലും അൾട്ടിമേറ്റ്ലി അമേരിക്കയ്ക്ക് ബദലായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ റഷ്യ. പിന്നെ ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു ശക്തിയായിട്ട് വേണമെങ്കിൽ ചൈനയും കൂടെ കരുതാം. ആ രീതിയിൽ നിൽക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഈ ഒരു ഇടപ്പെട്ട കാലം വരെ ഉക്രൈൻ എന്ന് പറഞ്ഞ ഒരു രാജ്യം ഇന്ത്യയോടൊപ്പമല്ല, അത് ആദ്യം മനസ്സിലാക്കിക്കൊള്ളുക. പിന്നെ എന്നിരുന്നാലും ഉക്രൈനെ ഇതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് വിമർശിക്കാൻ സാധിക്കും. പക്ഷെ നമ്മൾ അങ്ങനെ പാർഷ്യലി ഒരാളെ വിമർശിക്കുന്നില്ല. ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാല് ഉക്രൈന്റെ നിലപാട് എപ്പോഴും ഇന്ത്യക്ക് എതിരായിരുന്നു. അവർ പാകിസ്ഥാനോടൊപ്പമായിരുന്നു, അവർ തുർക്കിയോടൊപ്പമായിരുന്നു. അവർ ഒരു കാലത്തും ഇന്ത്യക്ക് സപ്പോർട്ടീവായിട്ടുള്ള ഒരു തീരുമാനം എടുത്ത ആൾക്കാരല്ല ഉക്രൈനികൾ. ഉക്രൈൻ കശ്മീർ ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്തതിൽ പാകിസ്ഥാനോടൊപ്പമാണ് നിന്നത്, അല്ലാതെ ഇന്ത്യയോടൊപ്പമല്ല നിന്നത്. അപ്പൊ അതുകൊണ്ട് എന്റെ രാജ്യത്തിന്റെ താല്പര്യം എന്താണോ അതിനനുസരിച്ച് മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ജിയോ പൊളിറ്റിക്സിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അനുസരിച്ചാണ് ഉക്രൈൻ പലപ്പോഴും ഇന്ത്യയോട് കുറച്ച് സഹകരിക്കുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ഇപ്പൊ തൽക്കാലം അവർ യുദ്ധത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അവർ ഒരു രാജ്യത്തോടും അങ്ങനെ വെറുപ്പ് കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് അവരെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയോട് ഈ രീതിയിൽ അവർ ഇടപെടുന്നത്. അതല്ലാതെ അവരുടെ പല രീതിയിലുള്ള അവരുടെ പണ്ട് തൊട്ടേയുള്ള അവരുടെ രാജ്യത്തിന്റെ ഒരു നിലനിൽപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ റഷ്യയുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ റഷ്യ ഇന്ത്യയുടെ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് പാർട്ട്ണർ ആയതുകൊണ്ട് തന്നെ ഉക്രൈൻ എല്ലാ കാലത്തും നമ്മൾക്ക് എതിർചേരിയിൽ നിൽക്കാനാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് അവർ തെളിയിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ എനിക്ക് അതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല. പക്ഷെ ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇത് പ്രത്യേക കോണ്ടെക്സ്റ്റ് ആണ്. ഈ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ റഷ്യ ഉക്രൈൻ വാർ, അതിൽ അമേരിക്കയുടെ ഇടപെടൽ, അതിനെ ചൊല്ലി അമേരിക്കൻ പ്രസിഡന്റ് നടത്തുന്ന പ്രസ്താവനകളാണ് നമ്മൾ ആ വീഡിയോയിൽ മൊത്തം പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാനിട്ട വീഡിയോയിൽ ഒരുപാട് കമന്റുകൾ ഇതേപോലെ ഉക്രൈനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നത് കണ്ടായിരുന്നു. ഞാൻ അതിനുവേണ്ടി തന്നെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും നാറ്റോയുടെ ഒരു അനൗൺസ്മെന്റ്, നാറ്റോയുടെ ഒരു പ്രസ്താവന, ഉക്രൈനെ നാറ്റോയിൽ ചേർക്കാനുള്ള പ്രസ്താവന തുടങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു യുദ്ധം തുടങ്ങുന്നത്. ഇത് യുദ്ധത്തിന്റെ നാൾ വഴികൾ ഇത് മോണിറ്റർ ചെയ്ത ആൾക്കാർക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവും ഞാൻ പറയുന്ന കാര്യം എന്താണെന്നുള്ളത്. അതായത് റഷ്യയുടെ പടിവാതിൽക്കൽ കൊണ്ട് നാറ്റോയെ എത്തിക്കുന്ന ഒരു പരിപാടിയായിരുന്നു ബൈഡൻ സർക്കാർ ഇരുന്ന സമയത്ത് നടത്തിയത്. അതിനെതിരെയാണ് റഷ്യ പ്രതികരിച്ചത്. ബാക്കി നിങ്ങൾക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. പക്ഷെ നമ്മൾ സത്യസന്ധമായിട്ട് വാർത്തകൾ എന്താണോ അത് നിങ്ങളെ അറിയിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ പ്രവൃത്തി. അപ്പൊ എന്നാൽ ഇപ്പോൾ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില നിർണായകമായിട്ടുള്ള മാറ്റങ്ങൾ അതെന്താണെന്ന് പറഞ്ഞാൽ ട്രംപ് എവറി ഡേ വാർത്ത സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്, പുതിയ പുതിയ വാർത്തകൾ. അതിൽ നമ്മളെ തന്നെ ഞെട്ടിപ്പിക്കുന്ന വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ വെസ്റ്റേൺ കൺട്രീസ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ നാറ്റോ രാജ്യങ്ങളായിക്കോട്ടെ എല്ലാം തന്നെയും ഞെട്ടലോടെയാണ് ഈ ഓരോ പ്രസ്താവനകളും നോക്കിക്കാണുന്നത്. എന്നാൽ പ്രസ്താവന നമ്പർ 1 കേട്ടോളൂ. നമ്പർ 1 G7. എല്ലാവർക്കും അറിയാം G7 രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് ഈ ഒരു ഉക്രൈനിന് ഏറ്റവും കൂടുതൽ ഈ ഒരു സപ്ലൈസ്, യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്ത രാജ്യങ്ങൾ G7 കൺട്രീസ് ആണ്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ള G7 കൂട്ടായ്മ. ഈ G7 കൂട്ടായ്മയിൽ നിന്ന് ഞാൻ ഒരുപക്ഷെ പുറത്തു വന്നു കളയും എന്നുള്ളൊരു ഭീഷണി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? അത് അവിടെ റഷ്യ ഉക്രൈൻ വാർ എന്ന് പറയരുത്, റഷ്യ കോൺഫ്ലിക്റ്റ് എന്ന് പറയരുത്, റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കുകളും തന്നെ ഈ ഒരു G7 സംസാരിക്കാൻ പാടില്ല. ഇതിനെ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഉക്രൈൻ കോൺഫ്ലിക്റ്റ്, ആ രീതിയിലാണ്. ഉക്രൈൻ കോൺഫ്ലിക്റ്റ് എന്നോ ഉക്രൈൻ യുദ്ധമെന്നോ ആ രീതിയിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളൊക്കെ വെച്ച് നിങ്ങൾ അത് ഒന്ന് അലങ്കരിച്ചോ. പക്ഷേ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയുടെ യുദ്ധമെന്നോ ആ രീതിയിലൊന്നും പറയരുന്നുള്ള രീതിയിൽ അമേരിക്ക അന്തർബൾട്ടി, അമേരിക്ക ടോട്ടലി ഉൾട്ടായിട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതേ അമേരിക്ക തന്നെയാണ് ഈ ഉക്രൈനെ പ്രോത്സാഹിപ്പിച്ചതും. ഇതേ G7 കൺട്രീസ് ആണ് കൂട്ടം കൂടി അവർ മീറ്റിംഗ് വെച്ച് ഉക്രൈനിന് ഇന്നത് കൊടുക്കാം, ഉക്രൈൻ ഇന്ന ആയുധം കൊടുക്കാം, ഉക്രൈനിന് ഇത്ര ഫണ്ട് കൊടുക്കാം എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തതും ഉക്രൈനെ നിരുപാധികം ഈ ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിട്ടതും. എന്നാൽ അതേ G7 ഇന്ന് മറിച്ചൊരു തീരുമാനം എടുക്കേണ്ട അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്.
അതുപോലെ തന്നെ അടുത്ത പ്രസ്താവന എന്താണ്? G20 ആ ഒരു സബ്മിറ്റ് അമേരിക്ക അറ്റൻഡ് ചെയ്തില്ല, ഉപേക്ഷിക്കുകയാണ്, പങ്കെടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. കാര്യം വേറെ ഒന്നുമില്ല, ഇസ്രായേലിനെതിരെ അഥവാ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ കേസ് കൊടുത്തിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്ക. അങ്ങനത്തെ ഒരു കാര്യം ചെയ്ത ഒരു സൗത്ത് ആഫ്രിക്കയ്ക്ക് ഞങ്ങൾ ഇത്തവണ വരുന്നില്ല, G20 ഞങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ട്? റഷ്യയെ നിരുപാധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് റഷ്യക്ക് വേണ്ടിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാട് എടുത്തിരിക്കുകയാണ് അമേരിക്ക. അതുപോലെ തന്നെ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിന് വേണ്ടിയിട്ടും വളരെ ശക്തമായ നിലപാടുമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് നയിക്കുന്ന ഇപ്പോഴത്തെ നിലവിലെ അമേരിക്ക അവരുടെ നിലപാട് വളരെ ശക്തമായിട്ട് തുറന്നു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മനസ്സിലായല്ലോ കാര്യം, എവിടെയാണ് അമേരിക്ക നിൽക്കുന്നത് എന്നുള്ളത്. ഇങ്ങനെയാണ് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് വെട്ടിത്തുറന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇനിയൊരു സംഭവമുണ്ട്. സംഭവം വേറെ ഒന്നുമില്ല, UN റെസൊല്യൂഷൻ. ഈ UN റെസൊല്യൂഷൻ എന്ന് പറയുന്നതിന്റെ കോ സ്പോൺസർ എന്ന് പറയുന്നത് അമേരിക്കയും കൂടെ ചേർന്നിട്ടാണ്. അതായത് UN റെസൊല്യൂഷനിൽ എന്തെങ്കിലുമൊക്കെ ഈ റെസൊല്യൂഷൻസ് പാസ് ചെയ്യുമ്പോഴത്തേക്കും അമേരിക്കയുടെയും കൂടെ ഒരു ഫൈനൽ അപ്രൂവൽ, ഒരു കോ സ്പോൺസർ എന്നുള്ള നിലയിൽ ഒരു അപ്രൂവലിന്റെ ആവശ്യമുണ്ട്. അങ്ങനെയാണ് ഈ റെസൊല്യൂഷൻസ് കംപ്ലീറ്റ് പാസ്സാവുന്നത്. റെസൊല്യൂഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രമേയം കൊണ്ടുവരും, ബാക്കിയുള്ള എല്ലാ ബോർഡ് മെമ്പേഴ്സും അതിനെ അംഗീകരിക്കും, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യും, എതിർക്കുന്ന ആൾക്കാർ എതിർക്കും. മെജോറിറ്റി ഉണ്ടെങ്കിൽ ആ റെസൊല്യൂഷൻ പാസ്സാവും. അങ്ങനെ പാസ്സാകുന്നെങ്കിൽ അതിൽ ആരെങ്കിലും, പിന്നെ ഈ ഒരു പെർമനന്റ് മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും വീറ്റോ ചെയ്യുന്നെങ്കിൽ അത് തള്ളിപ്പോകും. പക്ഷെ അങ്ങനെ വീറ്റോ ചെയ്യാതെ പാസ്സായി വരുന്ന റെസൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ഈ ഒരു USA കൂടെ ഒരു കോ സ്പോൺസർ അപ്രൂവൽ കൊടുക്കും. ആ ഒരു സംവിധാനത്തിൽ നിന്ന് ഞങ്ങൾ പുറത്തു വരികയാണെന്നാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ UN റെസൊല്യൂഷനെ തന്നെ ഇപ്പം അവതാളത്തിലാക്കിയിരിക്കുകയാണ്. കാരണം ഇങ്ങനെ അമേരിക്ക തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഞങ്ങൾ ഓരോ റെസൊല്യൂഷൻസ് ഇവിടെ പാസ്സാക്കാൻ പോകുന്നത് എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ ഇപ്പം അതിനെ ചൊല്ലി ഒരു റെസൊല്യൂഷൻ കൊണ്ടുവരേണ്ട അവസ്ഥയിലേക്ക് ഇപ്പൊ എത്തിച്ചിരിക്കുകയാണ്. ഇതൊക്കെ വളരെ നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങളാണ്. ഇതൊന്നും ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇതൊന്നും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പോൾ പറയണമെന്നില്ല. ഇതിങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ R&D വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മെയിൻ സ്ട്രീമിലുള്ള മീഡിയാസ് മാത്രമല്ല നമ്മൾ സെർച്ച് ചെയ്യുന്നത്. പ്രിന്റ് മീഡിയാസിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ആൾക്കാർ ബേസിക് ലെവലിലുള്ള, അതേപോലെ ലോക്കൽ പ്രിന്റ് മീഡിയാസിലൊക്കെ ഒരുപാട് ശക്തമായിട്ടുള്ള വാർത്തകൾ വരും. നമ്മൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവർ ഏത് രീതിയിലാണ്, അവർ ഡെമോക്രറ്റിക് ആണോ റിപ്പബ്ലിക്കൻ ആണോ, ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ അവതരിപ്പിക്കുന്നത്. ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് ഈ വാർത്തകൾ എടുത്തിരുന്നത്. അല്ലാതെ എന്റെ പേഴ്സണൽ ക്രെഡിറ്റ് വെച്ചിട്ട് ഞാൻ ഉക്രൈനോ അല്ലെങ്കിൽ റഷ്യക്കോ അങ്ങനെ ഒരു ചായയോടുകൂടി അല്ല ഈ വാർത്ത പറയുന്നത്. ഇതൊക്കെ പൊതുവിൽ വരുന്ന കാര്യങ്ങളാണ്. ഇന്നത്തെ ലോകം ഇങ്ങനെയാണ് പോകുന്നത്. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് വാർത്ത ഇന്നത്തെ. ഇപ്പൊ ഇതെല്ലാം കേട്ടിട്ട് വെസ്റ്റേൺ കൺട്രീസ് ഉണ്ടല്ലോ, യൂറോപ്യൻ കൺട്രീസ്, നാറ്റോ ഉൾപ്പെടെയുള്ള ആ രാജ്യങ്ങളൊക്കെ ഞെട്ടലോടിരിക്കുകയാണ്. കാരണം ഈ ട്രംപ് എന്താണ് കാണിച്ചു കൂട്ടുന്നത്? ഇയാൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നെല്ലാം പുറത്തു പോയി കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, UN റെസൊല്യൂഷനിൽ കോ സ്പോൺസർ എന്ന് പറഞ്ഞ ആ ഒരു പൊസിഷനൊക്കെ വിട്ടുമാറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരായാലും ഞെട്ടും. ഉക്രൈനെതിരെ റഷ്യയ്ക്ക് അനുകൂലമായിട്ട് ഇപ്പൊ അമേരിക്ക എടുത്തിരിക്കുന്ന ഈ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ കൺട്രീസിന്റെ ഭാഗത്ത് യുക്രൈനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു 19 രാജ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ 19 രാജ്യങ്ങളുടെയും ഒരു എക്കോണമി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 30 ട്രില്യൺ വരും. അതേസമയം അമേരിക്ക ഒറ്റയ്ക്ക് തന്നെ ഏതാണ്ട് 28-29 ഏകദേശം 30 ട്രില്യൺ എന്ന് പറയാം. ആ രീതിയിൽ ഈക്വൽ ആയിട്ട് ഒരു സിംഗിൾ എക്കോണമി അമേരിക്കയ്ക്കും വരും. അപ്പൊ ഇവർ ഈ ഒരു 19 രാജ്യങ്ങളും കൂടെ ചേർന്നിട്ടാണ് ഇപ്പം ഉക്രൈനെ പിടിച്ചു നിർത്തേണ്ടത്. എങ്ങനെയാണ് ഉക്രൈനെ ഇവർ സഹായിച്ച് ഇവർ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്? ഇവിടെ ഉക്രൈന് സപ്പോർട്ടോ അല്ലെങ്കിൽ റഷ്യക്ക് സപ്പോർട്ടോ ഇതൊക്കെ വിടും. ഉക്രൈൻ എങ്ങനെയാണ് അമേരിക്കയുടെ സപ്പോർട്ടില്ലാണ്ട് ഫർദർ മുന്നോട്ട് പോകാൻ പോകുന്നത്? ഓക്കെ, റഷ്യ തന്നെ വാർ തുടങ്ങി എന്നുള്ള നിലയിലൊക്കെ നിങ്ങൾ എടുത്തോ സ്റ്റേറ്റ്മെന്റ്. പക്ഷെ ഉക്രൈൻ എങ്ങനെയാണ് സർവൈവ് ചെയ്യാൻ പോകുന്നത്? ഏത് രീതിയിൽ ഉക്രൈനിന് മുന്നോട്ട് പോകണം? ഇന്നലെ നമ്മൾ വാർത്തയിൽ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉക്രൈനിലെ സെലൻസ്കിക്ക് 4% പോലും ഈ പൊതുജനങ്ങളുടെ സപ്പോർട്ട് ഇല്ല എന്നുള്ള നിലയിലുള്ള ഒരു ആരോപണം വന്നിട്ടുണ്ടായിരുന്നു. സെലൻസ്കി അതിന് തിരിച്ചു പറഞ്ഞിരിക്കുകയാണ്, എനിക്ക് 57% ആൾക്കാരുടെ ഉക്രൈനികളുടെ സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഈ ഒരു കസേരയിൽ ഇരിക്കുന്നത് എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ശരി, അപ്പം 57% സപ്പോർട്ട് ഉണ്ടെന്ന് സെലൻസ്കി തറപ്പിച്ച് പറയുമ്പോഴത്തേക്കും അതെങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനം പുറത്തു വന്നിരിക്കുകയാണ്. കീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യോളജി, ഈ ഒരു സ്ഥാപനമാണ് സെലൻസ്കിക്ക് 57% മെജോറിറ്റി ഉണ്ട്, ജനങ്ങളുടെ ഇടയിൽ സപ്പോർട്ട് ഉണ്ട് എന്നുള്ള ഒരു സർവേ റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദാംശങ്ങളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അവിടെയും ഉണ്ട് US എയ്ഡ്. അപ്പൊ US എയ്ഡ് അവിടെയും കളിച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെ നോക്കുമ്പോഴത്തേക്കും ഈ കീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, അതൊരു ഗവൺമെന്റ് സ്ഥാപനമല്ല. ഒന്നാമത്. രണ്ടാമത് US എയ്ഡിന്റെ സഹായം അവിടെ എത്തിയിട്ടുണ്ട്. മൂന്നാമത് ഈ ഒരു സ്ഥാപനം മോട്ടീവോട് കൂടിയാണ് ഈ ഒരു സർവേ നടത്തിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഈ ഒരു സർവേ ജെന്യൂൻ അല്ല എന്നുള്ളതാണ്. അപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊപ്പഗൻഡ വെച്ചിട്ടുണ്ട്. ആ പ്രൊപ്പഗൻഡ എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലൻസ്കിക്ക് മെജോറിറ്റി കിട്ടുന്ന രീതിയിൽ ഒരു സർവേ എടുത്ത് പുറത്തുവിടണം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ടാസ്ക്.
ആ ടാസ്കിനൊത്താണ് അവർ പ്രവർത്തിച്ചിരിക്കുന്നത്. ഇതിന് ഫണ്ട് പോയിരിക്കുന്നത് US എയ്ഡിൽ നിന്നുമാണ്. US എയ്ഡിൽ നിന്നും നെഡ് എന്ന് പറഞ്ഞ ആ ഒരു സംഘടനയ്ക്ക് പൈസ പോയിട്ടുണ്ട്. ഈ നെഡ് എന്ന് പറഞ്ഞ സംഘടനയെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്റെ വീഡിയോ US എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ കണ്ടവർക്കെല്ലാം ഇതിനറിയാം. US എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളെല്ലാം തന്നെ ഈ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ US എയ്ഡ് എന്ന് പറഞ്ഞിട്ട് താഴെ ഒരു ഹെഡിങ്ങിൽ തന്നെ കാണാൻ കഴിയും ഇതെല്ലാം ഡീപ് സ്റ്റേറ്റിന്റെ വീഡിയോകൾ. അപ്പൊ ആ രീതിയിൽ US എയ്ഡിൽ നിന്നും നെഡിലേക്ക് പൈസ പോയിട്ടുണ്ട്. ഈ നെഡ്, ജോർജ് സോറോസ് എല്ലാം ബന്ധപ്പെട്ട ഇങ്ങനെ ഒരു സംഘടന, ഈ സംഘടനയിൽപ്പെട്ട ആൾക്കാരാണ് മൊത്തത്തിലുള്ള പൈസ US എയ്ഡിൽ നിന്നും മേടിച്ച് ഈ കീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുത്തിരിക്കുന്നത്, കീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യോളജിക്ക് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അവരൊരു സർവേ നടത്തി 57% മെജോറിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ് ഈ ഒരു ഉക്രൈനിലെ സെലൻസ്കിയെ വിശ്വസിപ്പിച്ചിരിക്കുകയാണ്. യുദ്ധം മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോക്സി ആയിട്ടാണല്ലോ കരുതിയിരിക്കുന്നത്. അപ്പൊ ഇതൊരു ബലിയാടായിട്ട് മാറിയിരിക്കുന്ന ഒരു സെലൻസ്കിയാണ്. അപ്പൊ ബലിയാടിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നിനക്ക് 57% നിനക്ക് മെജോറിറ്റി ഉണ്ട്, നീ യുദ്ധം നടത്ത്, ജനങ്ങൾ നിന്റെ കൂടെയാണെന്നുള്ള രീതിയിൽ പൈസ കൊടുത്ത് ഇങ്ങനെ പല ഫേക്ക് ആയിട്ടുള്ള സർവേ റിപ്പോർട്ടൊക്കെ കാണിച്ച് ഇങ്ങനെ മുന്നോട്ട് നയിക്കുകയാണ്. അതിനാണ് ഈ ഡൊണാൾഡ് ട്രംപ് വന്നിട്ട് ഇപ്പോൾ തിരശ്ശീലയിട്ടിരിക്കുന്നത്. എയ്ഡും ക്യാൻസലാണ്, ഉക്രൈന് സപ്പോർട്ടും ഇല്ല എന്നുള്ള അവസ്ഥയാണ്, ആയുധങ്ങളും ഇല്ല, ഒന്നുമില്ല. ആ രീതിയിലാണ് ഇപ്പൊ ആക്കി തീർത്തിരിക്കുന്നത്. ഈ സർവേ എങ്ങനെയാണ് നടത്തിയത്? ത്രൂ ടെലിഫോൺ കോൾ, ഫോൺ വിളിക്കുക. തൽക്കാലം ഉക്രൈന്റെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ സംതൃപ്തരാണോ, യെസ് ആർ നോ എന്നാണ് ചോദിക്കുന്നത്. യെസ് ആർ നോ, അങ്ങനെ ആ രീതിയിൽ ഉത്തരം കിട്ടിയിട്ടാണ് ഈ ഒരു സർവേ നടത്തിയതെന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ സെലക്റ്റീവ് ആയിട്ടുള്ള എവിടെ വിളിച്ചാൽ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടും എന്നുള്ള നിലയിലുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് ഈ ഒരു സർവേ നടത്തിയതായിട്ടാണ് റിപ്പോർട്ട് പറയുന്നത്. എല്ലാം കൂടെ ചേർന്നിട്ട് നാറ്റോയ്ക്ക് ഉള്ളിൽ തന്നെ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നാറ്റോ സ്വയമേ തന്നെ നശിക്കുന്ന ഒരു അവസ്ഥയിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. നാറ്റോ എന്താണ് പറയുന്നത് പറഞ്ഞാൽ, നമ്മൾ ഈ രീതിയിൽ ഫണ്ടൊക്കെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഡിഫൻസ് മേഖലയിൽ നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ഇതിൽ കൂടുതൽ ഫണ്ട് നമ്മളുടെ ഡിഫൻസ് മേഖലയിൽ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്കൊരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ നമുക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിഫൻസ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റൂ എന്നുള്ള ഒരു ഐഡിയയും ഒരു പ്രൊപ്പോസലും ഡിസ്കഷൻസ് ഒക്കെയാണ് നടക്കുന്നത്. ഫ്രാൻസ് ആയിക്കോട്ടെ, UK ആയിക്കോട്ടെ, ഇതിനകത്തുള്ള ഈ നാറ്റോയിലുള്ള പല രാജ്യങ്ങളും തന്നെ ഈ രീതിയിലാണ് ചിന്തിക്കുന്നത് ഇപ്പം. കാരണം ഓൾറെഡി തന്നെ അവിടെയൊക്കെ നല്ല രീതിയിലുള്ള ടാക്സ് ഉണ്ട്. നല്ല ടാക്സ് കൊടുത്തിട്ടാണ് ഇപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെയൊക്കെ പോയി സെറ്റിലായി ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് അവിടുത്തെ ടാക്സേഷൻ സിസ്റ്റം എത്രമാത്രം ഹെവി ആണെന്നുള്ളത്. അവിടെ ആഫ്റ്റർ റിട്ടയർമെന്റിൽ നിങ്ങൾക്ക് ഒരു ഹസിൽ ഫ്രീ ലൈഫ് കിട്ടും. അവരാണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ജോലിക്ക് കയറുന്നതിന് മുമ്പായിട്ട് ചെറിയ സ്റ്റൈഫൻഡുകളും കാര്യങ്ങളൊക്കെ കിട്ടും. അതൊക്കെ ഓക്കെയാണ്. പക്ഷേ വൺസ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സർക്കാരിന് ടാക്സ് അടയ്ക്കുന്ന ഒരു മിഷനായിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ് ഈ രാജ്യങ്ങളിലൊക്കെ ഉള്ളത്. അഫ്കോഴ്സ് നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈലും ഫെസിലിറ്റീസും വാല്യൂ ഓഫ് ടൈമും ഫാമിലിയിൽ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം ഇതെല്ലാം ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഈ പൈസയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലൊരു കമന്റ് ആയിട്ട് തന്നെ രേഖപ്പെടുത്തണം. അത് വേറൊന്നും കൊണ്ടല്ല, ഇത് അറിയാത്ത ആൾക്കാർ അറിയാൻ വേണ്ടിയിട്ടാണ്. യൂറോപ്യൻ കൺട്രീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു പോയിന്റ്. അത് വേറൊന്നുമല്ല, ഇങ്ങനെയാണ് നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഇങ്ങനെ ഹെവി ആയിട്ടുള്ള ഫണ്ട് ഡിഫൻസിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ടാക്സിൽ നല്ല രീതിയിലുള്ള വ്യത്യാസം രേഖപ്പെടുത്താൻ സാഹചര്യം ഒരുങ്ങുന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതെന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ ആ രാജ്യങ്ങളിലുള്ള ഇൻഫ്ലേഷൻ കൂട്ടും, അതുപോലെ തന്നെ നിങ്ങളിൽ നിന്നും മേടിച്ചെടുക്കുന്ന ടാക്സിന്റെ അളവും കൂടെ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതൊരു അവയർനെസ് ആയിട്ട് നിങ്ങൾ കരുതിയാൽ മതി. അമേരിക്കയുമായിട്ട് ഇടഞ്ഞുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോ രാജ്യങ്ങളും ഈ രീതിയിലാണ്, ഇതേ ഒരു സിറ്റുവേഷനിലാണ് മുന്നോട്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ, ഇനി അഥവാ ഉക്രൈനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് വളരെ നല്ല രീതിയിൽ യുദ്ധമൊക്കെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവരിന് ഒരുപാട് ഫണ്ട് ഈ ഒരു ഡിഫൻസ് മേഖലയിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും ഇത് അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ അവരെ ബാധിക്കാൻ പോകുന്ന ഒരു വിഷയമാണ്. എത്രയും വേഗം റഷ്യ ഉക്രൈൻ യുദ്ധം ഒന്ന് അവസാനിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇതൊക്കെ നമ്മൾ കളക്റ്റീവായിട്ട് തെരഞ്ഞു പിടിച്ച് ഒരുപാട് എഫേർട്ട് ഇട്ട് കൊണ്ടുവരുന്ന ഇൻഫർമേഷൻസ് ആണ്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.